JM Study Hub. Second year students നമ്മൾ HTML പ്രോഗ്രാമിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ HTML ആണ് കണ്ടുകൊണ്ടിരുന്നത്. HTML-ലെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ടാഗുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. HTML അതുപോലെ തന്നെ ഹെഡ്, ടൈറ്റിൽ, ബോഡി പോലെയുള്ള ടാഗുകളൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കുറച്ച് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടാഗുകളും അതുപോലെ നമ്മൾ ചില ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് ഹെഡിങ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഡോക്യുമെന്റുകളിലെല്ലാം ഹെഡിങ്ങുകൾ കൊടുക്കാറുണ്ട്. നമ്മൾ ഓർഗനൈസേഷനെ സംബന്ധിച്ചൊരു ഹെഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് സൈറ്റാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ഈ ഹെഡിങ് പല സ്റ്റൈലുകളിലുണ്ട്, അല്ലെങ്കിൽ പല സൈസിൽ നമുക്ക് ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ഹെഡിങ്സ് ഉണ്ടാവും, പല സൈസിലുള്ള ഹെഡിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ടാഗാണ് H1, H2, H3, H4, H5, H6. അതായത് 6 സ്റ്റൈൽ ഓഫ് ഹെഡിങ് നമുക്ക് HTML അവൈലബിൾ ആണെന്ന് അർത്ഥം. ഇപ്പോൾ H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹെഡിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന അലൈൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ഫോർ അലൈനിങ് ദ ഹെഡിങ് ഐദർ ടു ലെഫ്റ്റ് ഓർ ടു റൈറ്റ് ഓർ ടു സെന്റർ. അപ്പോൾ 3 വാല്യൂസ് ആണ് ഈ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. മിക്കവാറും അലൈൻ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ. അപ്പോൾ നമുക്ക് ഈ ടാഗുകൾ പഠിക്കുക, അതിന്റെ ആട്രിബ്യൂട്ട് പഠിക്കുക, അതിന്റെ പർപ്പസ് എന്താണെന്ന് പഠിക്കുക. ഇത് മാത്രമേ HTML നമ്മൾ പഠിക്കാനുള്ളൂ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഹെഡിങ് ടാഗുകൾ H1. ഞാൻ ഈ ഒരു സെഷന്റെ അവസാന ഭാഗത്തേക്കായിട്ട് ഒരു പ്രോഗ്രാം, ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാഗുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാമും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ടാഗുകളൊക്കെ നമുക്ക് HTML പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു ടാഗ് എന്ന് പറയുന്നത് പാരഗ്രാഫ് ടാഗ്. എന്നാണ് ടാഗ്. പാരഗ്രാഫുകൾ അലൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാരഗ്രാഫുകൾ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ദാറ്റ് ഷുഡ് ബി മാർക്ക്ഡ് വിത്ത് P ടാഗ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പാരഗ്രാഫുകൾ നമുക്ക് 4 രീതിയിൽ അലൈൻ ചെയ്യാം. അപ്പോൾ അലൈൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ജസ്റ്റിഫൈ. അപ്പോൾ ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ എന്നാണ് നമുക്കറിയാം. ഇറ്റ്സ് ഓൾറെഡി മെൻഷൻ. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ വെൻ യു റൈറ്റ് എ പാരഗ്രാഫ് ലെഫ്റ്റ് മാർജിനോട് നമുക്ക് അലൈൻ ചെയ്യാം, അതുപോലെ റൈറ്റ് മാർജിനോടും അലൈൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു അലൈൻമെന്റ് രീതിയാണ് ജസ്റ്റിഫൈഡ് എന്ന് പറയുന്ന അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അലൈൻമെന്റ് ഓപ്ഷനും കൂടി പാരഗ്രാഫ് ടാഗിന് ഉണ്ട്. അടുത്തത് BR എന്ന് പറയുന്ന ടാഗാണ്. ഈ BR ടാഗ് എന്തിനാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ BR ടാഗിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ എഡിറ്ററിൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ ലൈനുകളിലായിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനിടയിൽ കുറെ സ്പേസുകളൊക്കെ ലീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. യുവർ HTML ഇന്റർപ്രറ്റർ ഈസ് നോട്ട് ഏബിൾ ടു ഡിറ്റക്ട് വൈറ്റ് സ്പേസ് ആസ് വെൽ ആസ് ന്യൂ ലൈൻസ്. ഓട്ടോമാറ്റിക് ആയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ന്യൂ ലൈനുകളൊന്നും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ലൈനുകളിലായിട്ട് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ലൈൻ ബ്രേക്കുകൾ ഉൾപ്പെടുത്തണം അവിടെയൊക്കെ BR എന്ന് പറയുന്ന ടാഗ് നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റൂ. BR ടാഗ് എൻകൗണ്ടർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ന്യൂ ലൈൻ ഇൻസേർട്ട് ചെയ്യുള്ളൂ. അപ്പം അടുത്ത കണ്ടന്റ് അടുത്ത ലൈനിൽ വരും. ഇനി എവിടെ അടുത്ത ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു BR ടാഗ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ BR എന്ന് പറയുന്നത് ഒരു empty ടാഗാണ്. മറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടാഗിൽ നിന്നും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് BR ഒരു empty ടാഗാണ്. അതിന് ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യം ഇല്ല. എവിടെയൊക്കെ BR എൻകൗണ്ടർ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ബ്രേക്കുകൾ വരും, ലൈൻ ബ്രേക്കുകൾ വന്നുകൊണ്ടിരിക്കും. അടുത്തത് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് HR എന്ന് പറയുന്ന ടാഗ്. HR ടാഗ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഹൊറിസോണ്ടൽ റൂൾസ്. അപ്പൊ ഈ ടാഗിന്റെ പേര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് സൈസ്, വിച്ച് സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദ ലൈൻ. അപ്പൊ സൈസ് പിക്സൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അടുത്ത വിഡ്ത്ത് ആണ്. വിഡ്ത്ത് ഇസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ. അപ്പൊ അത് സ്ക്രീനിന്റെ എത്ര മുതൽ എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ആട്രിബ്യൂട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ നമുക്ക് പിക്സൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ദ സ്ക്രീൻ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ഓഫ് ദ സ്ക്രീൻ ആയിരിക്കും ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ അടുത്ത അതിന്റെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നമുക്ക് ഈ ഒരു ലൈനിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അതുപോലെ നോ ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഒരു 3 ഡയമെൻഷനിൽ ഒരു ഫീലുള്ള ലുക്കുള്ള ഒരു ലൈൻ വേണോ വേണ്ടയോ, ഷെയ്ഡ് വേണോ വേണ്ടോ, ഇതൊരു ബൂലിയൻ ആട്രിബ്യൂട്ട് ആണ്. ബൂലിയൻ ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത, the presence of the attribute
will mark yes and the absence of the attribute will mark no. അപ്പോൾ no shade is equal to yes എന്ന് പറയുന്നതിന് പകരം വെറുതെ no shade എന്ന് അതിനകത്ത് കൊടുത്താൽ മതി. ആ ആട്രിബ്യൂട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ no shade is equal to yes എന്നാണ് മീനിങ്. ഇനി അതില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ഷെയ്ഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഷെയ്ഡ് ഉണ്ടാവും എന്നുള്ളതാണ്. no shade is equal to yes എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ HR എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ടുകൾ. അടുത്ത ടാഗ് സെന്റർ എന്ന് പറയുന്ന ടാഗാണ്. സെന്റർ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് സെന്റേർഡ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അതിന് അതൊരു ടാഗായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കണ്ടന്റിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ, അതായത് ലെഫ്റ്റിലെ സെന്റർ എന്നും റൈറ്റ് സൈഡിൽ /സെന്റർ എന്നും കൊടുക്കുകയാണെങ്കിൽ ആ കണ്ടന്റ് നമ്മൾ സെന്റേർഡ് ആയിട്ട് അലൈൻ ചെയ്ത് കിട്ടും. ഇനി കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ച് പറയാം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ബോൾഡ് ഫേസ് ആക്കണം. ബി എന്നാണ് ടാഗിന്റെ. ഇതൊന്നും ആട്രിബ്യൂട്ടുകളൊന്നും ഇല്ല, ജസ്റ്റ് ആ ടാഗ് ഉപയോഗിക്കുക. ഏത് ടെക്സ്റ്റ് ആണോ നിങ്ങൾക്ക് ബോൾഡ് ഫേസ് ആക്കേണ്ടത് അങ്ങനെ B/B അതിനുള്ളിൽ ടെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ ഇറ്റാലിസൈസ്ഡ് ആക്കാൻ വേണ്ടി I എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. I ഇടയും /I ഇടയിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് എല്ലാം ഇറ്റാലിസൈസ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന്റെ ഡിസ്പ്ലേ ഒരു സ്ലൈറ്റ് ഇൻക്ലിനേഷനിൽ ചെരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇറ്റാലിസൈസ്ഡ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുക. പിന്നെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് U എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. സ്ട്രൈക്ക് ത്രൂ അല്ലെങ്കിൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു കണ്ടന്റ് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. കണ്ടന്റിന്റെ നടുക്കൂടി ഒരു ലൈൻ വരും. അണ്ടർലൈനും സ്ട്രൈക്കും ഡിഫറെന്റ് ആണ്. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ ബേസ് ലൈൻ അടിയിലാണ് വരിക. സ്ട്രൈക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റിന്റെ മേളിൽ കൂടിയാണ് വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് അതൊന്ന് വെട്ടിക്കളയാൻ വിചാരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാഗാണ് യെസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അടുത്ത ബിഗ് സ്മോൾ രണ്ട് ടാഗുകളുണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സൈസിൽ നിന്നും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ കുറച്ചും കൂടി വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്യണമായിരിക്കും. ആ ടെക്സ്റ്റ് കുറച്ചും കൂടി വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ബിഗ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. ഇനി നോർമൽ ഫോൺ സൈസിൽ നിന്നും കുറച്ചും കൂടി ചെറുതായിട്ട് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മോൾ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ടെക്സ്റ്റിന്റെ സൈസ് കുറച്ച് കൂട്ടാനും കുറച്ച് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ബിഗും സ്മോളും യൂസ് ചെയ്യുന്നത്. അടുത്ത രണ്ട് ടാഗാണ് സ്ട്രോങ് MEM എന്ന് പറയുന്ന രണ്ട് ടാഗ്. സ്ട്രോങ് ഈസ് സിമിലർ ടു ഓർ ഐഡന്റിക്കൽ ടു ദ B ടാഗ്. അതായത് സ്ട്രോങ് കൊടുക്കുന്ന ടെക്സ്റ്റ് എല്ലാം കുറച്ച് ബ്ലാക്ക് ആൻഡ് കളറിൽ ബോൾഡ് ഫേസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. EM എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ടെക്സ്റ്റ് എംഫസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും അത് ഇറ്റാലിസൈസ്ഡ് ഫോർമാറ്റിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പം EM-ഉം I-യും ഐഡന്റിക്കൽ ആയിട്ടുള്ള ടാഗുകളാണ്. രണ്ടും ഏകദേശം ഒരേ യൂസ് തന്നെയാണ്. ഇനി നമുക്ക് ചില ഫോർമുലകളൊക്കെ എഴുതുമ്പോൾ, മാത്തമാറ്റിക്കൽ ഫോർമുലാസ് അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലാസ് ഒക്കെ എഴുതുമ്പോൾ ചില ടെക്സ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ചില ടെക്സ്റ്റ് സബ്സ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ വരണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടാഗുകളാണ് SUP-യും SUB-യും. SUP ഫോർ സൂപ്പർ സ്ക്രിപ്റ്റ് ആൻഡ് SUB ഫോർ സബ്സ്ക്രിപ്റ്റ്. ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A+B² = A² + 2AB+B² എന്നൊക്കെ പറഞ്ഞാൽ എഴുതണം എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ആ സ്ക്വയർ വരുന്നത് കുറച്ച് ടെക്സ്റ്റിന്റെ കുറച്ച് മുകളിലായിട്ടാണ് വരിക. അപ്പം ടെക്സ്റ്റ് എഴുതുന്ന അതേ ലൈനിൽ തന്നെ അല്ല വരേണ്ട, കുറച്ച് മുകളിലായിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ കുറച്ച് താഴേക്കോ H2 + O2 = H2O എന്നാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഈ 2 എന്ന് പറയുന്ന ആ ക്യാരക്ടർ കുറച്ച് താന്നു വരണം. H2 എന്ന് എഴുതുമ്പോൾ H2 എന്ന് പറയുന്ന സഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത് വിചാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ടെക്നോളജിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗുകൾ SUP-യും SUB-യും ആണ്. ഇനി നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച ടാഗുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കാം. ആ ടാഗുകൾ നമ്മൾ ഒരു HTML കോഡിൽ എഴുതുകയും ആ കോഡ് എങ്ങനെ ബ്രൗസറിൽ റെൻഡർ ചെയ്യുന്നു എന്ന് നമുക്ക് ഈ പ്രാക്ടിക്കൽ സെഷനിലൂടെ കാണാം. നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച ടാഗുകൾ എല്ലാം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. മിക്കവാറും ടാഗുകൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ടാഗുകളും അതിൻ്റെ നമ്മൾ ഉപയോഗിക്കേണ്ട ആട്രിബ്യൂട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് HTML എന്ന് പറയുന്ന ടാഗിലാണ്. HTML ടാഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സെക്ഷനുകളുണ്ട്. അത് ഹെഡ് സെക്ഷൻ കൊടുക്കുന്നു. ഹെഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഹെഡ് ടാഗിലാണ്. അതിൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ടാഗ് എന്ന് പറയുന്ന ടൈറ്റിൽ ടാഗാണ്. ടൈറ്റിൽ ബാറിലാണ് ഈ ടൈറ്റിൽ ടാഗിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഡിസ്പ്ലേ ആകുക. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ബോഡി സെക്ഷൻ ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്യണം. ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ബോഡി ടാഗിന് നമുക്ക് ആട്രിബ്യൂട്ടുകൾ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അതിന് ഒരു കളർ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കളർ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ കളർ നെയിം ഉപയോഗിക്കാമെന്നും അതുപോലെ ഹെക്സാഡെസിമൽ കോഡ് ഉപയോഗിക്കാമെന്നും പറഞ്ഞു. ഈ കോഡ് എന്തിനു സൂചിപ്പിക്കുന്ന കളർ ആയിരിക്കും എന്ന് നമുക്ക്
മനസ്സിലായിട്ടുണ്ടാവും. ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. അടുത്ത H1 ടാഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹെഡിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ ഉപയോഗിക്കുന്നത്. ഈ ടാഗ് നമുക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടാഗിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഈ ടാഗിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടതാണ്. സെന്റർ, ലെഫ്റ്റ്, റൈറ്റ് എന്ന് പറയുന്ന ആ വാല്യൂസ് ആണ് കൊടുക്കുക. H2 ടാഗ് നമ്മൾ കൊടുത്തു. തൽക്കാലം നമുക്ക് ഇത്രയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്ത് അതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ നെയിമിന്റെ കൂട്ടത്തിൽ .html എന്നൊരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതികളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡയറക്ടറിയിൽ പോയിട്ട് ആ ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് ഏത് പ്രോഗ്രാം ഉപയോഗിച്ചാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറയാം. ഗൂഗിൾ ക്രോം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ ആ ഫയൽ ഓപ്പൺ ആവും. അപ്പൊ ഇവിടെ ഇതാണ് ദിസ് സ്റ്റൈൽ 1 ഹെഡിങ് എന്നും സ്റ്റൈൽ 2 ഹെഡിങ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്, ഒന്ന് സെന്ററിലാണ് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. ഞാനിവിടെ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന എഡിറ്റർ എന്ന് പറയുന്നത് നോട്ട് പാഡ് എഡിറ്റർ ആണ്. നമുക്ക് ഏത് എഡിറ്റർ വേണേലും ഉപയോഗിക്കാമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എഡിറ്റർ എന്നൊക്കെ പറയുന്നത് ജീനി എഡിറ്റർ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ HTML ആയിട്ട് സേവ് ചെയ്യുമ്പോഴത്തേനും ഈ ആട്രിബ്യൂട്ട് ടാഗിനൊക്കെ കളറൊക്കെ വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് H3 മുതൽ ബാക്കിയുള്ള ടാഗുകളും കൂടി ഒന്ന് പരിചയപ്പെടാം. H3, H4, H5, H6 ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ആ സൈസിലുള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കാണുക. നമ്മളിവിടെ H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ കൊടുത്തിട്ടുണ്ട്. അലൈൻമെന്റ് ഓരോന്നിന്റെയും വ്യത്യസ്തമായിട്ടുള്ള അലൈൻമെന്റ് വാല്യൂസും കൊടുത്തിട്ടുണ്ട്. ചിലത് സെന്റർ കൊടുത്തിട്ടുണ്ട്, ചിലത് റൈറ്റ് കൊടുത്തിട്ടുണ്ട്, ചിലത് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുക്കാത്തതുകൊണ്ട്, ഒന്നും കൊടുക്കാത്തതിന് എവിടെയാണ് അതിന്റെ അലൈൻമെന്റ് നമ്മൾ കണ്ടതാണ്. നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ ഡിഫറെന്റ് സ്റ്റൈലിലുള്ള ഹെഡിങ്ങുകൾ കാണുന്നു. റൈറ്റ് സെന്റേർഡ് ആയിട്ട് സ്റ്റൈൽ 4 വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സെന്റേർഡ് ആയിട്ടാണ് സ്റ്റൈൽ 3ഉം 5ഉം ഒക്കെ വന്നേക്കുന്നത്. സ്റ്റൈൽ 2 സെന്റേർഡ് അലൈൻമെന്റ് ആണ്. അടുത്ത് നമ്മൾ കാണുന്നത് പാരഗ്രാഫ് ടാഗ് ആണ്. ഒരു പാരഗ്രാഫ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ P എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കണ്ടന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ പല ലൈനുകളിലായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് നോക്കുക. പാരഗ്രാഫ് ആണ്, പല ലൈനുകളിലായിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ ഔട്ട്പുട്ട് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത് നമ്മൾ നോക്കാം. ആ പാരഗ്രാഫിന്റെ കണ്ടന്റ് കംപ്ലീറ്റ് ഒറ്റ ലൈനിൽ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പാരഗ്രാഫ് നമുക്ക് സെന്ററിൽ ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ടിൽ പാരഗ്രാഫ് സെന്ററിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അടുത്ത BR എന്ന് പറയുന്ന ടാഗിന് കണ്ടിരുന്നു. ലൈൻ ബ്രേക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് BR എന്ന് പറയുന്ന ടാഗ്. BR കൊടുക്കുന്നിടത്തൊക്കെയാണ് നമ്മൾ ലൈൻ ബ്രേക്ക് ചെയ്യുക. ബാക്കിയുള്ള കണ്ടന്റ് അടുത്ത ലൈനിലേക്ക് പോകും. ഇപ്പോ ആ പാരഗ്രാഫ് 2 ലൈനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത ഒരു വാല്യൂ ആണ് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു വാല്യൂ. അലൈൻ ആട്രിബ്യൂട്ടിന്റെ ജസ്റ്റിഫൈ എന്ന് പറയുന്ന വാല്യൂ. ഇതിന്റെ വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് 2 മാർജിനോടും ചേർന്ന ആ ലൈനിലാണ് വരിക. അതാണ് ജസ്റ്റിഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് അത് വ്യക്തമായിട്ട് കാണുന്നില്ല. കണ്ടന്റ് കുറെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ BR ടാഗുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈഡ് ആയിട്ട് ഡാറ്റ കാണാൻ സാധിക്കും. ഞാൻ അടുത്തതായിട്ട് ഒരു ഹെഡിങ് അവിടെ കൊടുക്കുന്നുണ്ട്. GHSS പടിയൂർ എന്നൊരു ഹെഡിങ് കൊടുത്തു. ആ ഹെഡിങ്ങിന്റെ താഴെയായിട്ട് ഒരു ലൈൻ വരയ്ക്കണം നമുക്ക്. ടെക്സ്റ്റിന് അണ്ടർലൈൻ അല്ല, ഒരു ലൈൻ ആണ് നമുക്ക് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ആ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ടാഗാണ് HR എന്ന് പറയുന്ന ടാഗ്. നമുക്ക് ടാഗുകൾ എഴുതുമ്പോൾ ഏത് കേസ് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ HRന്റെ ആട്രിബ്യൂട്ടുകൾ സൈസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. സൈസിന്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുന്നു. വിഡ്ത്ത് ദ എക്സ്റ്റെൻഡ് ഓഫ് ദ സ്ക്രീൻ ആണ്. അത് എത്ര ലൈനിന് എത്ര നീളം വേണം. അപ്പൊ 20 പിക്സൽ അല്ലെങ്കിൽ 20% നമുക്കവിടെ ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ 20% എന്ന് കൊടുത്തു. അടുത്തൊരു ആട്രിബ്യൂട്ട് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ലൈൻ എവിടെ അലൈൻ ചെയ്യണം. ഇവിടെ നമുക്ക് വാല്യൂ സെന്റർ എന്ന് കൊടുക്കാം. എവിടെയും ലെഫ്റ്റും റൈറ്റും സെന്ററും ആണുള്ളത് വാല്യൂസ്. ഇതാണ് HR എന്ന് പറയുന്ന ടാഗും അതിന്റെ ആട്രിബ്യൂട്ടുകൾ. ഇനിയുണ്ട് ആട്രിബ്യൂട്ട്. നമുക്ക് നോക്കാം ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കുമെന്ന്. ഓരോ തവണ നമ്മൾ എഡിറ്റ് ചെയ്ത പ്രോഗ്രാം സേവ് ചെയ്യണം, അത് മറന്നു പോകരുത്. അവിടെ ഒരു ലൈൻ അപ്പിയർ ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം സെന്ററിൽ തന്നെ. ഇനി നമുക്ക് ആ ലൈനിന്റെ കളർ ഒന്ന് മാറ്റി നോക്കിയാലോ. അപ്പൊ കളർ ഈസ് ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഏത് കളർ വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഹെക്സാഡെസിമൽ കോഡും അവിടെ
പ്രൊവൈഡ് ചെയ്യാം വേണമെങ്കിൽ. ഇപ്പൊ കളർ റെഡ് കളറായി, ലൈനിന്റെ കളർ റെഡ് ആയി കാണുന്നുണ്ട് നിങ്ങൾ. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൽ തന്നെ വേറെ കുറച്ച് മാറ്റങ്ങളൊന്ന് വരുത്തി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ഇസിക്കൽ ടു bg image ഡോട്ട് jpg കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റിന്റെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട്, വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, അതുപോലെ ടെക്സ്റ്റിന്റെ കളറെല്ലാം വൈറ്റ് ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ടാഗുകളും കൂടി കാണുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളറോ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയി. ഡീഫോൾട്ട് കളർ ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അത് വേറൊരു ടാഗ് ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ടാഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ ഫോണ്ട് ടാഗിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ സൈസ് കൂടിയിരിക്കുന്നത്. നമുക്ക് മറ്റു ടാഗുകൾ, അതായത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആയിട്ടുള്ള ടാഗുകൾ, ആദ്യത്തെ ബി ടാഗ് ആയിരുന്നു. ആ ബി ടാഗ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. പടിയൂർ എന്ന് പറയുന്ന ടെക്സ്റ്റില് നമുക്ക് ബി എന്ന് പറയുന്ന ടാഗ് അവിടെ നമുക്ക് ഉൾപ്പെടുത്തി നോക്കാം. റൺ ചെയ്യാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ടെക്സ്റ്റ് ബ്ലാക്ക് കളർ വന്നത് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ട് ആയത് കാണാം. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബിയിൽ /b നമ്മൾ ക്ലോസിംഗ് ടാഗ് ആയിട്ട് കൊടുത്തില്ല. അതുകൊണ്ടാണ് അവിടെ ആ എറർ സംഭവിച്ചത്. ആ എറർ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഇവിടെ പടിയൂർ എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രം ബോൾഡ് ഫേസ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ബി ടാഗ് ബോൾഡ് ഫേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അടുത്ത കണ്ണൂർ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് നമുക്ക് ഇറ്റാലിസൈസ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി അവിടെ ഐ എന്ന് പറയുന്ന ടാഗും അതിന്റെ /i കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാഗും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കണ്ണൂർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇറ്റാലിസൈസ്ഡ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ട, കണ്ണൂർ അതിന്റെ ആ ഒരു സ്റ്റൈല് ചേഞ്ച് ആയത് കണ്ടില്ലേ നിങ്ങൾ. ഇവിടെ നമുക്ക് അണ്ടർലൈൻ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. /u കൊടുത്തു കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയുന്ന പോർഷൻ അല്ലെങ്കിൽ കൊമേഴ്സിന് നമ്മൾ അണ്ടർലൈൻ കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്തു വരും. നമുക്ക് കണ്ടേ, സയൻസ് കൊമേഴ്സ് ടെക്സ്റ്റ് അണ്ടർലൈൻ ആയി വന്നതുണ്ട്. ഇനി നമുക്ക് ബിഗ് സ്മോൾ എന്ന് പറയുന്ന രണ്ട് ടാഗുകളെ പറ്റി കാണാം. 2010 ബിഗിനും /ബിഗിനും ഇടയിൽ കൊടുത്തു. അതുപോലെ 60 എന്ന് പറയുന്നത് /സ്മോൾ എന്ന് പറയുന്ന രണ്ട് ടാഗിന്റെ ഉള്ളിൽ സ്പെസിഫൈ ചെയ്യുന്നു. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. 2010 എന്ന് പറഞ്ഞാൽ കുറച്ച് ബിഗ് ലെറ്റേഴ്സിൽ വന്നു. അതുപോലെ 60 സാധാരണ ഉള്ളതിലും കുറച്ച് സ്മോൾ ക്യാരക്ടേഴ്സിൽ ഡിസ്പ്ലേ ചെയ്തു. അടുത്ത് EM എന്ന് പറയുന്ന ടാഗ് നമുക്ക് നോക്കാം. അതിന്റെ ആ ഒരു ഇഫക്റ്റ് എന്തായിരിക്കും എന്ന് നോക്കാം. എംഫസൈസ് ചെയ്യാൻ, ടെക്സ്റ്റ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് EM ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, EM ടാഗും I ടാഗും സിമിലർ ആയിട്ടുള്ള ടാഗുകളാണ്. ഇറ്റാലിസൈസ്ഡ് ആയിട്ട് തന്നെയാണ് ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുന്നതെന്ന് കാണാം. അതുപോലെ സ്ട്രോങ് എന്ന് പറയുന്ന ടാഗ്, അതിന്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. കോ കരിക്കുലർ എന്ന് പറയുന്ന അവിടെ ബോൾഡ് ഫേസ്ഡ് ആയിട്ട് വന്നത് നിങ്ങൾ കണ്ടു. അപ്പൊ അത് അതിന്റെ അർത്ഥം സ്ട്രോങ് ടാഗ് വിൽ ബി കറസ്പോണ്ടിങ് ടു ബി ടാഗ്, ബോൾഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗിന് കറസ്പോണ്ടിങ് ആണ്. അത് രണ്ടും സിമിലർ ആണ്. SUB SUP ടാഗുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. അതിന്റെ ഉപയോഗമാണ് ഞാൻ ഇനി ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ a+b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + 2ab + b², ആ ഒരു ഫോർമുല നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ചില മിസ്റ്റേക്കുകൾ അവിടെ വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ASUP അത് കഴിഞ്ഞ് 2, ആ 2 കഴിഞ്ഞിട്ട് SUP ക്ലോസ് ചെയ്യണമായിരുന്നു, അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, അവിടെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിനവിടെ കാരണമുണ്ട്. നമുക്ക് ഒന്നുകൂടെ നമ്മൾ നോക്കി, അവിടെ a+b ഇടത് സൈഡിൽ ലെസ് സിമ്പിൾ വന്നേക്കുന്നത്. ലെസ് സിമ്പിൾ അല്ല വരേണ്ടത്, ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയിരുന്നു. a+b ഹോൾ സ്ക്വയർ അത്രയും ഭാഗം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ക്ലോസിംഗ് ടാഗും കൂടെ ഉപയോഗിച്ചു. 2 കഴിഞ്ഞിട്ട് ക്ലോസിംഗ് ടാഗ് ഇട്ടു. ഇനി നമുക്ക് നോക്കാം. ഉണ്ടോ, ഇപ്പം കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത്. അപ്പൊ ആ 2 എന്നുള്ള ഭാഗങ്ങളെല്ലാം സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് പോകുന്നത് കാണാം. ഇതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കാം. നമുക്ക് അടുത്ത ലൈനിൽ SUB ടാഗിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. H2 + O2 = H2O എന്ന് നമുക്ക് നമ്മുടെ ഒരു വെബ് ഡോക്യുമെന്റിൽ ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് SUB, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണം.
നോക്കുക എച്ച് ടു സബ്സ്ക്രിപ്റ്റ് ഒ ടു സബ്സ്ക്രിപ്റ്റ് ഈക്വൽ ടു എച്ച് ടു സബ്സ്ക്രിപ്റ്റ് ഒ. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് കിട്ടി H2 പ്ലസ് O2 ഈസ് ഈക്വൽ ടു H2O. അത് സബ്സ്ക്രിപ്റ്റ് SUB എന്ന് പറയുന്ന ടാഗിന്റെ ഉപയോഗമാണ്. അപ്പൊ ഇത്രയും ടാഗുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനിയും ടാഗുകളുണ്ട്. ആ ടാഗുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇനിയും കുറെ ഫോർമാറ്റിംഗ് ടാഗുകളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഫോർമാറ്റിംഗ് ടാഗുകൾ കാണാം. നിങ്ങൾ ഈ ടാഗുകൾ നമ്മളിപ്പോൾ കണ്ട ടാഗുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഒന്ന് എഴുതി നോക്കുക. ഈ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അതുകൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.